വി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നിർണ്ണയിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാൽ തനിക്ക് അവിടെ ഒരു സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം കാണുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആരെ പരാജയപ്പെടുത്താനാണ് PV അൻവർ ശ്രമിക്കുക എന്നതിൻ്റെ സൂചന കൂടിയായിട്ടാണ് ആ പ്രതികരണത്തെ ഞാൻ കാണുന്നത്. അതാണ് അവിടുത്തെ വെല്ലുവിളി ഒന്നായി നിൽക്കുന്നത്. അപ്പുറത്ത് മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ട് UDF ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയായാലും വാർത്താ സമ്മേളനത്തിൽ അതിൽ ഊന്നുന്നുണ്ട്. ഒരു PR ഏജൻസി എന്ന് പറയുന്ന ആ PR ഏജൻസി എവിടെയാ, PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സർക്കാർ എടുത്തു എന്നുള്ള ചോദ്യം, ഹിന്ദു ദിനപത്രം മാപ്പ് പറഞ്ഞല്ലോ എന്നതിൽ മറുപടി ഒതുക്കുകയാണെന്നുള്ള ചോദ്യം അവിടെ ഉന്നയിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി സ്വയം അവതരിപ്പിക്കുന്ന ഒരു രീതി CPM-നുണ്ടായിരുന്നു. അത് മുസ്ലിം ലീഗിന് പോലും വെല്ലുവിളി ഉണ്ടാക്കുന്ന രീതിയിൽ സമസ്തയിൽ 2 വിഭാഗമാക്കി ഒരു വിഭാഗത്തെ തങ്ങളോട് അടുപ്പിക്കാനുള്ള ശ്രമം ഒരു ഘട്ടം വരെ വിജയിച്ചു എന്ന് തോന്നുന്ന രീതിയും ഉണ്ടായിരുന്നു. കാരണം പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് നേരത്തെ എടുത്ത CPM-ന്റെ നിലപാടുകൾ, അതുമായി ബന്ധപ്പെട്ട സമസ്തയിലെ തന്നെ ചില നേതാക്കൾ നടത്തിയ പരസ്യ പ്രതികരണം, CPM-ന് അനുകൂലമായി നടത്തിയ പ്രതികരണം, CPM വിളിച്ച പരിപാടിക്ക് സമസ്തയിലെ ഒരു വിഭാഗം പോയത്, ഇതൊക്കെ തന്നെയും ഒരു നേട്ടമായി തെരഞ്ഞെടുപ്പിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത് സംഭവിച്ചില്ല. നേരെ തിരിഞ്ഞു.